ലോകത്ത് ഭൂരിപക്ഷ സമുദായം കുറയുകയും ന്യൂനപക്ഷ സമുദായം വർദ്ധിക്കുകയും ചെയ്യുന്ന ഏക രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ വിശദീകരിക്കുന്നത്? അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാമോ? ഈ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ അംഗമായ ഡോക്ടർ ഷമിക രവി, ഒപ്പം അപൂർവ കുമാർ, മിസ്റ്റർ എബ്രഹാം ജോസ്, ഇവർ 3 പേര് ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ശരിയാണ്, ഇതൊന്നും പറഞ്ഞ പോലെ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ എണ്ണം കാര്യമായി കുറയുകയും ന്യൂനപക്ഷ സമുദായങ്ങളുടെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, അതായത് ഒരു സ്റ്റഡിയായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതാണ് ഇതിനകത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരം. വേറെ ചില രാജ്യങ്ങളിലൊക്കെ ലോകത്ത് കൂട്ടമായി മതമാറ്റം പെട്ടെന്നുണ്ടായ ചില പ്രത്യേക കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ, നമുക്ക് ഈ ഡമാസ്കസിലുമൊക്കെ മുസ്ലിങ്ങൾ ഈ ക്രൈസ്തവരെ ഓടിച്ചു, അത് ചില യുദ്ധങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്ന ചില പ്രത്യേക അവസ്ഥയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം 84.65% നിന്നും 78.09% കുറഞ്ഞിരിക്കുന്നു ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ തന്നെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഇവിടെ 9.84 നിന്ന് 14.5 എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വർധനമാണ്, 45% വർധനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അത് ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഇതിന് പല കാര്യങ്ങളും പല ഘടകങ്ങളും ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. അത് ഈ പൊതുവെ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഈ ജനന നിരക്ക് വല്ലാതെ കൂടുന്നു എന്നുള്ളതാണ്. ജനന നിരക്ക് ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങളുടെയും അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായം അതൊരു നയമായിട്ട് എടുത്തിട്ടുണ്ട്. കുട്ടികളെ കൂടുതലുണ്ടാക്കുന്നവർക്ക്, 4ാമത്തെ കുട്ടികൾ ഉണ്ടാകുന്നവർക്കൊക്കെ പ്രത്യേക ഇൻസെൻറ്റീവൊക്കെ ഇപ്പോൾ കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4ാമത്തെ കുട്ടിക്കുണ്ടാകുന്ന ചിലവും വിദ്യാഭ്യാസവും ആശുപത്രി ചിലവും സൗജന്യമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഈ സമിതി കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതല്ല, അത് മാത്രമല്ല, ജനനനിരക്കിലെ കുറവ് എന്നുള്ളതല്ല, ജനനനിരക്കിലുണ്ടായിരിക്കുന്ന ഒരു കുറവല്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വർധനവും ഭൂരിപക്ഷത്തിന് കുറവും അല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമെന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള മതപരിവർത്തനം, ഫോഴ്സ്ഫുള്ളായിട്ടുള്ള മതപരിവർത്തനം. ഫോഴ്സ്ഫുള്ളായിട്ടെന്ന് നമുക്കിപ്പം അങ്ങനെ പറയാൻ കഴിയുമോ എന്നറിയത്തില്ല. ലോകത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ലോകം മുഴുവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ആഫ്രിക്കൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെയുള്ള ഇവിടെയൊക്കെ അതാത് രാജ്യങ്ങളുടെ പ്രാദേശിക മതങ്ങളുണ്ടായിരുന്നു, നമുക്കറിയാം. ഇപ്പോൾ ആഫ്രിക്കയിൽ അനിമിസം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ഒരു തദ്ദേശ മതമായിരുന്നു. അവിടെയുള്ള എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന്, കല്ലിലും മുള്ളിലും എല്ലാം അങ്ങനത്തെ ഒരു മതമായിരുന്നു. അത് പിന്നീട് ആ ഒരു തദ്ദേശീയ മതം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും അവിടെ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ആധിപത്യം നേടുകയും ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലോക ചരിത്രത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പല സംസ്കാരങ്ങളെയും തുടച്ചു നീക്കിയിട്ടാണ് ഈ ഇസ്ലാം വരുന്നത്. നമ്മൾ ലോക ചരിത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ലോക ചരിത്രം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഈ സെമിറ്റിക് മതങ്ങളുടെ ഉത്ഭവം. സെമിറ്റിക് മതങ്ങൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇസ്ലാം, ക്രിസ്ത്യൻ, ഇത്തരം മതങ്ങളുടെ ഉത്ഭവം തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ലോകത്ത് മനുഷ്യനെല്ലാം ഒന്നാണെന്നുള്ള ഒരു ചിന്താപദ്ധതിയായിരുന്നു. അവർ പ്രാകൃതരെന്ന് നമ്മൾ പറയും, പക്ഷേ യഥാർത്ഥത്തിൽ അവരാരും പ്രാകൃതരായിരുന്നില്ല. അമേരിക്കയുടെ അവകാശികൾ എന്ന് പറയുന്നത് അവിടുത്തെ റെഡ് ഇന്ത്യൻസ് ആയിരുന്നു, റെഡ് ഇന്ത്യൻസ് പറയുന്നവരായിരുന്നു. അവരവിടുത്തെ ആദിവാസികൾ, നമ്മുടെ നാട്ടിലെ ആദിവാസികൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണെന്ന് പറയാം. ഇവിടെയും അതുപോലെ തന്നെ ഇത് തുടച്ചു നീക്കപ്പെടാൻ കഴിയാത്ത ഒരേ ഒരു രാജ്യം, അതാണ് ഞാൻ നോക്കുന്നത്. ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ പോലും പഴയ വിശ്വാസവും ഇവിടെ നിന്ന് ചിന്താപദ്ധതികളും സാംസ്കാരിക ധാരകളും തുടച്ചു നീക്കാൻ കഴിയാത്ത ഒരേ ഒരു രാജ്യം ഭാരതമാണ് എന്നാണ് നമ്മൾ ഈ ലോക ചരിത്രത്തിൻ്റെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രത്തെപ്പറ്റി പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിനുള്ള ഒരു സംഘടിതമായ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ചൈനയായിരുന്നു. ഈ 2 ലോകരാഷ്ട്രങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ. ലോകത്തിൻ്റെ തന്നെ 3/4 ജനസംഖ്യ ഈ 2 രാജ്യങ്ങളിലായിട്ടാണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ടും അവിടെ മതത്തിന് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടും അവരുടെ ചിന്താഗതി തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും എങ്കിൽ പോലും അവിടെ ആ ബുദ്ധ ധാരകൾ നിലനിൽക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ചൈനയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആശങ്കാജനകമെന്ന് പറയാൻ കാര്യം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുണാചൽ പ്രദേശ് ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനം എടുത്ത് അവിടെ ബുദ്ധമതക്കാരായിരുന്നു, ബുദ്ധമതക്കാർക്കായിരുന്നു ഭൂരിപക്ഷം. അത് കംപ്ലീറ്റ് ക്രിസ്ത്യാനികളായിരിക്കുന്നു. നാഗാലാൻഡ് അവിടെ ക്രിസ്ത്യാനികളായിരിക്കുന്നു, മുഴുവൻ ആളുകളും ക്രിസ്ത്യാനികളായിരിക്കുന്നു. ഇത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, നാഗാലാൻഡിൽ കൂടെ നമ്മൾ വെറുതെ ഒന്ന് സഞ്ചരിച്ചില്ല, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ കൂടെ വെറുതെ ഒന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഡോഗ്സ് പുറത്തു പോവുക, ഇന്ത്യൻ പട്ടികൾ പുറത്തു പോവുക എന്നുള്ള ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ
കടകളിലൊക്കെ ചെറിയ ചെറിയ കടകളിൽ പോലും നമ്മുടെ ഒരു സുഹൃത്ത് അടുത്ത കുറേ കാലം മുമ്പ്, ഈ അടുത്ത അവസരത്തിലല്ല, കുറച്ച് കാലം മുമ്പ് നാഗാലാൻഡിൽ അരുണാചൽ പ്രദേശിൽ ഒരു യാത്ര നടത്തി പോയ അവസരത്തിൽ അദ്ദേഹം ഒരു പട്ടാള സുഹൃത്തിൻ്റെ അതിഥിയായിട്ടാണോ പോയത്. അവിടെ ഇപ്പം അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. പല സ്ഥലങ്ങളിലും പല കടകളിലും ചെന്ന് കാണുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യൻ പട്ടികൾ പുറത്തു പോകുക എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അവിടുത്തെ കടകളിൽ ഇന്ത്യൻ പട്ടികൾ പുറത്തു പോകുക എന്നുള്ളത്, ഇന്ത്യൻ ഡോഗ്സ്. അവർ ഇത് മാത്രമല്ല, ഈ അവർക്ക് ഇതില്ലെന്നും പറയുന്നുണ്ട്. ഈ നമ്മൾ ഈ ലൈറ്റ് റിഫ്രിജറേറ്റർ കൊടുക്കാത്ത കടകൾ ഒരു അരുണാചൽ പ്രദേശ് പോലെ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തിയാണ് ചൈന ഈ അരുണാചൽ പ്രദേശ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഈ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന് ഇത്തരം ഈ ഇന്ത്യ വിരുദ്ധ ചിന്താഗതി അവിടെ വളർത്തിവിട്ടത് ഈ മതം മാറ്റക്കാരാണ്. അതാണ് സത്യം. ഇന്ത്യയുടെ ചില പ്രദേശം മുഴുവനായിട്ടൊരു ക്രിസ്ത്യൻ വൽക്കരിക്കാൻ ട്രംപിന് പോലും ഉദ്ദേശമുണ്ട് കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ട്രംപിൻ്റെ ഒരു ക്രൈസ്തവ വൽക്കരണ പദ്ധതിയുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നെ ട്രംപിൻ്റെ ഒരു ക്രൈസ്തവ വൽക്കരണ പദ്ധതിയുണ്ട്. ഒരു പ്രത്യേക റിലീജിയസ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പാണ് ട്രംപിനെ അധികാരത്തിൽ എത്തിച്ചതെന്ന് ശക്തമായൊരു വാദമുണ്ട്. അവരാണോ എത്രത്തോളം അതിനകത്ത് പങ്കെടുക്കും, 10 ലക്ഷം അംഗങ്ങളുള്ള ഒരു റിലീജിയസ് ഗ്രൂപ്പുണ്ട്, അവരാണ് എത്തിച്ചതെന്ന് പറയുന്നു. ഒരു സ്ത്രീയാണ് ഇപ്പോൾ അതിൻ്റെ നേതാവ്. പീറ്റർ ബർഗർ എന്ന് പറയുന്ന ഒരാൾ സ്ഥാപിച്ച, റീഗൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിച്ച ഒരു സംവിധാനമാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഇവിടുത്തെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ ലോകത്ത് ആകമാനം തകർന്നു പോയ, അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാതായ പ്രാദേശിക സംവിധാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാദേശിക ചിന്താഗതി എന്ന് പറയുന്നത്, ആ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ സംസ്കാരം എന്ന് പറയുന്നതാണ് പലയിടത്തും തുടച്ചു നീക്കപ്പെട്ടത്. ഭാരതത്തിലും അതിനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ വിജയിക്കില്ല എന്നുള്ളത് വേറൊരു വസ്തുത. പക്ഷേ അപകടകരമായ വിധത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെതായ കുഴപ്പങ്ങൾ ഈ രാജ്യത്ത് ഓരോ സ്ഥലത്തും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു, ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ വ്യാപകമായ മതപരിവർത്തനം. അതൊരു ചെറിയ ഒരു കാര്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. നമ്മൾ ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ശബരിമലയിൽ പോലും ഉണ്ടാകുന്ന കുറവിനെ പറ്റി നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു. അതൊരു വളരെ 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 ബുദ്ധിമുട്ട് കയറുന്നൊരു കാര്യമാണ്. ഇവിടെ ക്ഷേത്രങ്ങൾ, നമ്മൾ ഈ വിദേശത്തൊക്കെ പോയിട്ട് പഠിച്ചിട്ടൊക്കെ വരുന്നവർ ഇവിടെ പിന്നെ എന്താ പറയുന്നത്, ഈ പെന്തിക്കോസ്ത് അല്ലെങ്കിൽ ഇസ്ലാം, ഈ രണ്ട് വിഭാഗത്തിൽ പഠിക്കും. ഇസ്ലാമിൻ്റേത് കുറച്ചുകൂടെ, ഈ രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. ഇവർ രണ്ടു കൂട്ടരും രണ്ട് വിധത്തിലാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. എങ്ങനെയാണ് ഈ വംശവർദ്ധന നമ്മുടേത് കുറയ്ക്കുകയും അവരുടേത് കൂട്ടുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇത് ചെയ്യുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഈ ഇന്ന് മിനി പാകിസ്ഥാനൊക്കെ വിളിക്കപ്പെടുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, ചില സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. അത്തരം സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. എന്താണ് ഈ പറയുന്നത്, ഇപ്പോൾ കുംഭമേളയിൽ മരണങ്ങളുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്. കുംഭമേളയിൽ മരണങ്ങളുണ്ടായപ്പോൾ അതൊന്ന് കുറച്ച് പേര് ചില പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും തരത്തോട് മരിച്ചപ്പോൾ അതിൽ ഈ ആഹ്ലാദത്തിനെയും മോചിച്ചിട്ട് ആഹ്ലാദിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നമ്മൾ ഇസ്ലാമിസ്റ്റുകളാണ് കണ്ടിരിക്കുന്നത്. അതേസമയം അതേ സൗദി അറേബ്യയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, കഴിഞ്ഞ ഹജ്ജിൽ 1400 പേര് മരിച്ച ഔദ്യോഗിക കണക്കുണ്ട്. ഇങ്ങനെ ഈ സൂര്യാഘാതം മൂലം ചൂടിൻ്റെ ആധിക്യം കൊണ്ട് 1400 പേര് കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് മരിച്ചതായിട്ട് അവിടെ പ്രഖ്യാപനമുണ്ട്. അതിനെപ്പറ്റി ചർച്ച ചെയ്യില്ലെന്ന് മാത്രമല്ല അതൊരു അത്യാഹിതമായിട്ട് കരുതപ്പെടുന്നുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇസ്ലാമിക വൽക്കരണം എന്ന് പറയുന്ന കാര്യം ഇവിടെ ചിന്താഗതിയിൽ കൂടി വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇസ്ലാമിക വൽക്കരണം മാത്രമല്ല, ക്രിസ്ത്യൻ വൽക്കരണം കൂടി ഗ്യാപ്പിലൂടെ. അതെ അവരെ കുറച്ചുകൂടി തന്ത്രശാലികളായിട്ടാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. ഈ മുസ്ലിം സമുദായം ഇന്ത്യയിൽ 9.84% നിന്നും 14.5% ഉയർന്നു. ക്രിസ്ത്യൻ സമുദായം 2.24% നിന്നും 2.36% ഉയർന്നു എന്നാണ് ഇതിലെ ഈ പറയുന്നത്. ഷെയർ ഓഫ് റിലീജിയസ് മൈനോറിറ്റീസ് എ ക്രോസ് കൺട്രി അനലൈസിസ് 1950-2015 ഈ ഒരു പേപ്പറാണ് അവർ സബ്മിറ്റ് ചെയ്തത്. അതിലാണ് ഈ വിവരം വന്നിരിക്കുന്നത്. നമ്മൾ നേർക്കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഒരു പഠനത്തിൻ്റെ സഹായമില്ലാതെ നമ്മൾ നേർക്കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ചില സ്ഥലങ്ങളിൽ ചില പോക്കറ്റുകളും കണ്ടു കഴിഞ്ഞാൽ ഈ സമുദായങ്ങൾ ഇല്ലാതിരുന്നത് അത് നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പക്ഷേ കൂട്ടമായി സ്ഥലങ്ങൾ വാങ്ങുകയും അവിടെ ചെയ്യുകയും ബിസിനസ്സുകൾ ആരംഭിക്കുകയും ചെയ്ത് ഇതിനനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ മനഃപൂർവ്വമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയും. ഒരു പഠനത്തിന് സഹായമില്ല കഴിയും. അപ്പോഴാണ് ഇത്ര വിശദമായ ഒരു പഠനം. മതപരിവർത്തനം മാത്രമല്ല, കുടിയേറ്റം ഇതിലുള്ള ഒരു വിഷയം. തീർച്ചയായിട്ടും കുടിയേറ്റം പിന്നെ സ്വാഭാവിക നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമല്ലേ, 2 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് നിരന്തരമായിട്ട് ഇപ്പം ബംഗ്ലാദേശികൾ എറണാകുളത്തിന്റെ മറ്റ് പരിസരങ്ങളിൽ അങ്ങനെ അനൗദ്യോഗിക കണക്കുകളുണ്ട്. 2 കോടി ബംഗ്ലാദേശികൾ കേരളത്തിലുണ്ട് എന്ന് കണക്കുണ്ട് എന്ന് ചില പഠന റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ട്. നമുക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞോളൂ, പക്ഷേ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ പഠനം ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സെമിറ്റിക് മതങ്ങൾക്ക് ഈ മതം വളർത്തുക
എക്സ്പാൻഡ് ചെയ്യുക, അതായത് വികസനം എന്ന് പറയുന്ന അവരുടെ ഒരു ലക്ഷ്യമാണ്. ഹിന്ദു മതത്തിലുള്ള ആളുകൾക്ക് അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മതത്തിന് അതൊരു ലക്ഷ്യമല്ല, അതൊരു ലക്ഷ്യമല്ല എന്ന് പറയാം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കില്ല ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ. തീർച്ചയായിട്ടും നമ്മളിപ്പം ഭൂട്ടാന് അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളുണ്ടല്ലോ ഈ ഹിന്ദു മതം, അവിടെയെങ്ങും ഹിന്ദു മതത്തിൽ വർധന ഉണ്ടാകുന്നില്ലല്ലോ. ഹിന്ദുക്കൾ മതവർദ്ധനവിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരിടത്തും നടത്തുന്നില്ല. പക്ഷേ ഇതൊരു വിശ്വാസധാര ആയതുകൊണ്ട് പലരും ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്, ചിന്താപദ്ധതി ആയതുകൊണ്ട് വരുന്നത്. അങ്ങനെയല്ലാതെ പക്ഷേ ഇത് കൃത്യമായ ഒരു പദ്ധതിയാണ്. വത്തിക്കാൻ്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതി, ലോകമാകെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള വേറൊരു പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവർ ചെയ്തത്. അതാണ് ഈ പഠന റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്ന വ്യക്തമായ വിവരം. എന്തായാലും ലോകം മുഴുവൻ തങ്ങളുടെ ചൊൽപ്പടിയിലാക്കണം എന്നുള്ള ചിന്താ പദ്ധതികളൊക്കെ വളരെ മോശമാണ്. കാരണം കോടിക്കണക്കിനും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ടായിട്ട് 1000 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായവർ എല്ലാം ശരിയെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നാൽ അവരാണ് ലോകത്തെ ഏറ്റവും ശരി, അവരിലൂടെ മുക്തി അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ ഇത്തരം മാർഗ്ഗങ്ങളുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത് അപഹാസ്യമാണ്, രണ്ടാമത് അപകടകരവുമാണ്.